രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ പരസ്യമായി അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളിയ കോടതി നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വഞ്ചിയൂർ അഡീഷണൽ സെക്ഷൻ കോടതിയുടേതാണ് നടപടി. രാഹുൽ ഈശ്വർ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷ ഡിസംബർ 6 പരിഗണിക്കും. ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും രാഹുലിന്റെ ഓഫീസിൽ പരിശോധന നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിച്ചാണ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തത്. തനിക്കെതിരെയായ കേസ് പോലീസ് കെട്ടിച്ചമച്ചതായിരുന്നു എന്നാണ് രാഹുലിന്റെ വാദം. അതിജീവിതയുടെ പേര് പരാമർശിച്ചിട്ടില്ലെന്നും രാഹുൽ ഹർജിയിൽ അവകാശപ്പെട്ടു. എന്നാൽ രാഹുലിന്റെ വാദം തള്ളിയ കോടതി രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. എംഎൽഎക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട വസ്തുതകളെയാണ് താൻ വിമർശിച്ചതെന്നും തന്റെ വീഡിയോകളൊന്നും പരിശോധിക്കാതെയാണ് ACAJM കോടതി ജാമ്യം നിഷേധിച്ചതെന്നും ഹർജിയിൽ പറയുന്നു. ഹൈക്കോടതി അഭിഭാഷകൻ അലക്സേ ജോൺ മുഖേനയാണ് ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത്. അറസ്റ്റിലായ രാഹുലിനെ കഴിഞ്ഞ ദിവസം കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ജയിലിൽ നിരാഹാര സമരത്തിലാണ് രാഹുൽ ഈശ്വർ.